ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നാണെങ്കിൽ കൂട്ടുകാരെ ഒരു ചൗരി പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാനാണെങ്കിൽ ചൗരി നല്ലവണ്ണമൊക്കെ കഴുകി 100 ഗ്രാമിൻ്റെ 2 ചെറിയ പാക്കറ്റ് ചൗരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും കൂടി ഇടുമ്പോൾ കൊള്ളാം എന്ന് വിചാരിച്ചു. അങ്ങനെ 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൗരിയാണ് എടുത്തത്. അത് കഴുകി 2-3 വെള്ളത്തിൽ ചൊവ്വിന് ഞെക്കി പിഴിഞ്ഞ് കഴുകിയാൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അത് നല്ല വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആവും. നമ്മുടെ കണ്ണാടി പോലെ ആവുന്ന ടൈം വരെ അതിനെ ഒന്ന് വേവിച്ച് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ കപ്പലണ്ടിയും ബദാമും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണുള്ളോ അത് എടുക്കുക. എൻ്റെ കപ്പലണ്ടിയും ബദാമും ആണ്, അപ്പം ഞാൻ അതാണ് എടുത്തത്. എന്നിട്ട് അതിൽ തന്നെ നമ്മുടെ ക്യാരറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിൻ്റെ അകത്തോട്ട് തന്നെ ഒരു കവറ് പാലും കൂടെ ഒഴിക്കണേ. ഒരു കവറ് പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്താ ഒഴിക്കുന്നത് കേട്ടോ. പക്ഷെ അതൊന്ന് പിന്നെ നമ്മൾ ഒന്ന് ഇതായി വെച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മൾ വേവിച്ച ചൗരി ഇട്ടാം കേട്ടോ. വേവിച്ചിട്ട് ചൗരിയും കൂടെ അതിൽ ചേർക്കണേ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ അലപ്പ് കേൾക്കുന്ന കേട്ടോ. സോറി, ഒന്ന് ക്ഷമിച്ചേ എല്ലാവരും കേട്ടോ. പിന്നെ എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചൗരിയല്ലേ, പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വെക്കണേ. ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കണം വിചാരിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക അതാണ് കേട്ടോ. പക്ഷെ ഫെയിലായാൽ കാണിക്കത്തില്ലെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഫെയിലായില്ല, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സേമിയ പായസത്തിലാണെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുറുകി വരും കേട്ടോ. ഞാൻ പക്ഷെ ഒത്തിരി അങ്ങോട്ട് കുറുകാൻ നിന്നില്ല കേട്ടോ. ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ അതിൽ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചപ്പോഴാണ് അറിഞ്ഞത് സൂപ്പർ ടേസ്റ്റാണ്. പായസം ഒന്നും കുടിക്കാത്ത ജോക്കുട്ടനൊക്കെ വരെ കുടിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ചിലർ ശർക്കര ചെയ്യുന്നു. ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ, കുടിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ടാറ്റാ.